Praise the Lord. Hallelujah. Hallelujah. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രശാന്ത സുന്ദരമായ ഈ വിശുദ്ധ പകൽ വേളയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, ദൈവത്തെ വാഴ്ത്തുകയാണ്. I thank and praise the Lord for this blessed morning the Lord has given us today. കഴിഞ്ഞ പകലും രാത്രിയിലും ഇന്ന് പ്രഭാതത്തിലും ഒക്കെ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ഒരു യോഗ്യതയും അർഹതയും ഇല്ലായിരുന്ന എന്നെയും സ്വർഗ്ഗത്തിലെ ദൈവം ഈ രാജ്യത്തിൽ കൊണ്ടുവന്ന് ഉപയോഗിച്ചത് ഓർത്ത് സകല ബഹുമാനവും പുകഴ്ചയും മാനവും ആദരവുകളും ഞാൻ എൻ്റെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. Yesterday morning, yesterday evening, today morning as well, God allowed me and used me who is not worthy to come before you all and share the word of God. ഈ സഭയുടെ സീനിയർ ശുശ്രൂഷകനായി ആയിരിക്കുന്ന പ്രിയ സാംസി പാസ്റ്റർ കുടുംബം നേരിട്ട് പരിചയമില്ലെങ്കിലും കണ്ടിട്ടില്ലെങ്കിലും കർത്താവിന്റെ ദാസനെ വന്ദനം ചൊല്ലുകയാണ്. Pastor Sam C. Samuels, the senior pastor of the church, I want to greet him in Jesus' name, though I haven't seen him face to face. അതുപോലെ തന്നെ പ്രിയ ശിബു പാസ്റ്റർ കുടുംബം മറ്റ് അനുഗ്രഹീതരായ അനേക ശ്രേഷ്ഠ ദൈവദാസന്മാർ ഇവിടെയുണ്ട്. അവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. Pastor Shibu and family are the great servants of the Lord are over here. I want to greet them all in Jesus' name. എനിക്ക് മുമ്പായി വളരെ ശക്തമായി ദൈവത്തിന്റെ വചനവും തന്റെ അനുഭവവും കൂട്ടിയിണക്കി സംസാരിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്യു ജേക്കബ് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank the Lord for Pastor Matthew Jacob who shared the word of God to us before me. May the Lord bless him as well. പ്രിയ CI ജോർജ് അങ്കിളിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ലീഡ് ചെയ്യുന്ന വെർജീനിയ പ്രയർ ലൈനിൽ ദൈവത്തിന്റെ വചനം സംസാരിപ്പാൻ ഒന്നിലധികം അവസരങ്ങൾ ദൈവം തരുവാനിടയായി. I thank and praise God for brother CI George in the Virginia prayer line that he leads. I was able to speak the Lord, a word of the Lord many years back. I praise and thank the Lord for that. ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെട്ട പല മുഖങ്ങളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Many faces that I came and have been introduced, I remember you all. May the Lord bless you all. ഈ സ്റ്റേറ്റിൽ ഞാൻ കടന്നു വരുവാൻ കാരണം പ്രിയ റോബർട്ട് അങ്കിള്, പ്രിയ ദീനമ്മ ആന്റി, ആ കുടുംബമാണ്. അത് അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. The reason I came to the state is because of brother Robert, sister Dina and their family. May the Lord bless that family. എനിക്കൊരു സഹോദരിയുള്ള എൻ്റെ സഹോദരിയുടെ മദർ ഇൻ ലോയുടെ ഇളയ സിസ്റ്റർ ആണ് പ്രിയ ദീന ആന്റി. അങ്ങനെയാണ് ആ കുടുംബത്തിനോടൊപ്പം ഇവിടെ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അവർക്ക് ദാനമായി കൊടുത്ത കുഞ്ഞുങ്ങള് പ്രിയ ജോയൽ, ജെറമിയ, ജോഷി, അവരെയെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനേകർക്ക് മാതൃകയുള്ള ഒരു കുടുംബമാക്കി ദൈവം അവരായിരുന്ന പട്ടണങ്ങളിലൊക്കെ ദൈവം അവരെ ഉപയോഗിക്കുന്നത് ഓർത്ത് ഇവിടെയും വന്നത് കാണുവാൻ കഴിഞ്ഞത് ഞാനൊരു വലിയ ഭാഗ്യമായി കാണുകയാണ്. Sister Dina is my sister's relation and especially I was able to see them and come and see the children and see how God has been using them in the different countries God has led them. It's such a blessing to be with them today. പ്രിയ ശിബുചാന, അങ്ങനെ പല പ്രിയപ്പെട്ടവരുണ്ട്. ആരുടെയും പേരെടുത്ത് ഞാൻ പറയുവാൻ ഇനിയും ആഗ്രഹിക്കുന്നില്ല. വലിയ ആത്മസാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. Amen. Brother Shibu and others, I don't want to mention names today. Today we have the mighty presence of God in our midst. ഇന്ന് പകൽക്കാലം എത്ര പേര് വിശ്വസിക്കുന്നു ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്? How many of us believe that the presence of God is in our midst? ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മളോട് വ്യക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. The presence of the Holy Spirit was clearly speaking to us. എൻ്റെ പേര് പ്രകാശ് കെ മാത്യു എന്നാണ്. My name is Prakash K. Matthew. ഞാൻ കേരളത്തിൽ റാന്നിയിൽ നിന്നാണ് കടന്നു വരുന്നത്. I'm coming from Rani in Kerala. നീണ്ട 20 പരം വർഷങ്ങളായി നോർത്ത് ഇന്ത്യയിൽ കുടുംബമായി പാർത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. More than 20 years I've been in North India doing the ministry. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളെയും ദൈവം ദാനമായി നൽകിയിട്ടുണ്ട്. I have 1 wife and 3 children that God has blessed me with. ഞങ്ങളുടെ അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് നിങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. Please do pray for all the ministry work in India. ഇന്ന് പകലത്തെ വേദവിചിന്തനത്തിനു വേണ്ടി ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. For today's meditation, let us turn our Bibles to ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. Philippians chapter 3 verse 7. I want to invite your attention. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ചു തന്ന് സഹായിക്കാവുന്നതാണ്. മതി. But what things were gained to me, these I have counted loss for Christ. Yet indeed I also count all things loss for the excellence of the knowledge of Christ Jesus my Lord, for whom I have suffered the loss of all things and count them rubbish, that I may gain Christ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് ഇന്ന് പകലത്തെ വിചിന്തനത്തിന് വേണ്ടി നാം വായിക്കുവാനിടയായി തീർന്നത്. The blessed word of God we have read for today's meditation. അപ്പോസ്തലനായ പൗലോസ് വിളിച്ചു പറയുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചത്. What Apostle Paul calls
calls out and says is the word that we read. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണുവാനിടയായി തീർന്നു. But what things were gained to me, I counted loss for the name of Christ Jesus. ഇന്ന് പകലിൽ ദൈവത്തിനെ ആരാധിപ്പാൻ ഈ ആലയത്തിനുള്ളിലായിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും സാക്ഷ്യം അതുതന്നെയാണ്. And each and every one of our testimonies that are in this church should be the same way. എനിക്ക് ലാഭമായിരുന്നത് പലതും ഉണ്ടായിരുന്നു, എന്നാൽ അതൊക്കെ ഞാൻ ഛേദമെന്നെണ്ണുവാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. There were many things that were gained for me, but I counted it loss because of one reason. അല്പം മുമ്പ് നാം കേട്ട ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അനേക പുരോഹിതന്മാരും കന്യാസ്ത്രീകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് അവഗണനകൾ സഹിച്ചിട്ടും ഒറ്റപ്പെടലുകൾ സഹിച്ചിട്ടും ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാനിടയായി തീർന്നത്? You heard a testimony why a person who has many priests and nuns in their family went out for the Lord and suffered isolations and rejections. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങളുള്ള അനേകർ ഇതിനകത്ത് ഇന്ന് പകലിൽ ഇരിപ്പുണ്ട്. Many people with such a testimony sitting here. പ്രതിഫലം നോക്കിയായിരുന്നെങ്കിൽ ഫറവോന്റെ പുത്രയുടെ മകനെന്ന് വിളിപ്പാനുള്ള യോഗ്യത മോശയ്ക്കുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ച് ക്രിസ്തുവിന്റെ നിന്ന ചുമക്കുവാൻ ഇറങ്ങുവാൻ ഒരൊറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. Looking at the rewards, then Moses could have counted himself as Pharaoh's daughter. That was a great reward for him, but he counted it loss and he took on the reproach of Christ. പൗലോസും വിളിച്ചു പറയുന്നത് അതാണ്. And that is what Apostle Paul cries out and says. വലിയ പണ്ഡിതനായ ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് പഠിച്ച നേടിയെടുത്ത വിദ്യകൾ അവനുണ്ടായിരുന്നു. He sat at the feet of the great scholar Gamaliel and got all the skills needed for life. ധനാഢ്യനായ ഒരു മകൻ അപ്പന്റെ മകനായിട്ട് ജനിക്കാൻ അവന് ഭാഗ്യം ലഭിക്കാനിടയായി തീർന്നു. He was able to be born under a rich family. He had a rich father. 5 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവന് പാരമ്പര്യമായി ലഭിച്ചതും പിതൃസ്വത്തായി ലഭിച്ചതും അവൻ സ്വയസിദ്ധിയാൽ നേടിയെടുത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. Verses 5 onwards, when you read how much he has got by tradition, how with the skills what all he accomplished, we can read a list about them. പ്രത്യേകിച്ച് ഈ മാർഗക്കാരായ പലരെയും ഉപദ്രവിച്ച ഒരു പശ്ചാത്തലം അവന് ഉണ്ടായിരുന്നു. Especially he had also a history of persecuting the Christians. ഡെമസ്കോസിൽ ആ മാർഗക്കാരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും പിടിച്ച് ജയിലിൽ അടയ്ക്കുവാൻ വേണ്ടി അവൻ കച്ചകെട്ടി ഇറങ്ങുവാനിടയായി തീർന്നു. Damascus, if anyone was belonging to the way, he had decided to destroy and he went towards Damascus. അധികാര പത്രം അവന്റെ കയ്യിലുണ്ടായിരുന്നു. He had the authority letter with him. എന്തും ചെയ്യുവാനുള്ള ആരോഗ്യം അവനുണ്ടായിരുന്നു, അധികാരം അവനുണ്ടായിരുന്നു. He had the health to do anything. He had the authority to do it. പക്ഷേ ഡെമസ്കോസിന്റെ പടിവാതിൽക്കൽ എത്തുന്നതിന് മുമ്പ് അവൻ അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ സാന്നിധ്യം അവനെ വലയം വെക്കുവാനിടയായി തീർന്നു. When he reached the gates of Damascus, the presence of God that he has never seen came upon him and shone upon him. അന്നുവരെ അവൻ വിചാരിച്ചത് അവന്റെ കയ്യിലുള്ള അധികാര പത്രത്തിന്റെ മേലാണ് പരമാധികാരമെന്ന് അവൻ വിചാരിക്കുവാനിടയായി തീർന്നു. Till that time he thought that the authority letter he has is the supreme authority letter. എന്നാൽ ഗമാലിയേക്കാളും വലിയ ഒരുവനെ അവൻ ഡെമസ്കോസിന്റെ പടിവാതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് കാണുവാനിടയായി. But one greater than Gamaliel he saw at the gates of Damascus there. എന്താ ലാഭമായിരുന്നതൊക്കെ ഛേദമെന്നെണ്ണുവാനിടയായത്? Why was the things that he was gained he counted loss? എന്താ ലാഭം കൊയ്യാവുന്ന പലതും വേണ്ട എന്നവൻ വെച്ചത്? Why are the things he thought he can gain he left it back? കാര്യമേയുള്ളൂ, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ അവൻ നേരിട്ട് കാണുവാനും അവന്റെ ശക്തി അനുഭവിപ്പാനും ഇടയായി. Only one reason, the heavens and the earth, he was able to see and he understood his power. ലാഭമായിരുന്ന പലത് ഛേദമെന്നെണ്ണേണ്ടി വന്നത് ഒറ്റ കാരണത്താലാണ്. നസറയനായ യേശുവിനെ കാണേണ്ടവണ്ണം കാണുവാനും അറിയേണ്ടവണ്ണം അറിയാനും ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് ഇന്ന് പകലില് നമുക്കും ഇതിനകത്ത് കടന്നു വരുവാനിടയായത്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ he was able to see the resurrected Christ, and that is why you and me are here, dear children of God. യേശു കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ അവഗണന സഹിക്കേണ്ടവർ ഇതിനകത്തുണ്ട്. Oh, for the name of Jesus Christ many people have suffered rejection. ലഭിക്കേണ്ട പോഷൻ ലഭിക്കാത്തവർ ഇതിനകത്തുണ്ട്. Many people who had to receive inheritance നിന്ന സഹിക്കേണ്ടവരുണ്ട്, സഹിച്ചവരുണ്ട്. People who received insults are here. ഒറ്റപ്പെടൽ സഹിച്ചവരുണ്ട്. People
who suffered isolation. തകർക്കപ്പെട്ട തകർച്ച സഹിച്ചവർ ഇതിനകത്തുണ്ട്. People whose hearts were broken. എന്താ അതെല്ലാം ചുമക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം? What made us face all of it? എന്താ അതെല്ലാം ചുമക്കാൻ നമ്മളെ പ്രേരിപ്പിച്ച ഘടകം? What was the face that made us face all these ഒരൊറ്റ problems? കാര്യം മാത്രമാണ്. Only one thing. അവര് കാണാത്തത് നമ്മൾ കാണുവാനിടയായി തീർന്നു. What they haven't seen, we were able to see. അവര് കാണാത്തത് നമ്മൾ കാണുവാനിടയായി തീർന്നു. They did not see, we were able to see. അവര് കാണാത്ത മഹത്വം നമ്മൾ കാണുവാനിടയായി തീർന്നു. The glory they did not see, we saw the glory of അവര് God. കാണാത്തവനെ നമ്മൾ കാണുവാനിടയായി. Whom they did not see, we saw. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം 11 ഇപ്രകാരം പറയുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നു. That is why in Hebrews 11 it is written, if they counted what they left, they could have returned. ഒരിക്കൽ വിട്ടുപോകുന്നതിനെ ഒരിക്കൽ പോലും ഓർക്കുവാൻ അവർക്ക് സമയമില്ല. അവർക്ക് ഓർക്കുവാൻ ഒരു കാര്യമേ ഉള്ളൂ, നിത്യത മാത്രമാണ് അവരുടെ ലക്ഷ്യം. അത് മാത്രമേ അവർക്ക് ഓർക്കുവാനുള്ളൂ. What they left behind, they have no time to remember. Only one thing they can remember, the eternity is their destination. അവിടെ അടുത്ത വാക്യം ഇങ്ങനെയാ പറയുന്നത്, അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. And the next verse, Hallelujah. they embrace the what is heavenly before them. ഇന്ന് പകലിൽ ലോകം കൊണ്ട് ആരംഭിച്ച് ലോകം കൊണ്ട് അവസാനിക്കുന്ന ഭൗതിക നേട്ടങ്ങളെക്കാളും ഞാൻ നേടിയത് എന്നെ നിത്യതയിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒരു പരിശുദ്ധനായ സൃഷ്ടിതാവായ ദൈവത്തെയാണ്. അതുകൊണ്ടാണ് ഇന്ന് പകലിലോ പ്രതിസന്ധിയുടെ നടുവിലോ തളർന്നു പോകാതെ നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപയും ബലവും തരുന്നത്. Hallelujah. Material things you gain in the world, we have gained Jesus Christ. That is why in the midst of troubles and difficulties in our life, we are able to face the problems of life. ബാംഗ്ലൂരിലെ ഏതോ പൂക്കടയിൽ അവസാനിക്കേണ്ട ജീവിതം ഈ അമേരിക്കയുടെ മണ്ണിൽ വന്ന് 64 വയസ്സുള്ളപ്പോൾ ചുറുചുറുക്കോട് ക്രിസ്തുവിനെ ഉയർത്തുവാൻ കഴിയുന്നത് ആ ഉയർപ്പിന്റെ ശക്തിയുടെ വ്യാപാരമാണെന്ന് ഇന്ന് പകലിൽ തിരിച്ചറിഞ്ഞ് അവന് മഹത്വം കൊടുക്കാൻ എത്ര പേർ തയ്യാറാണ്? Amen. In the പാരമ്പര്യത്തിന് തരാൻ കഴിയാത്തത്, പിതാക്കന്മാർക്ക് തരാൻ കഴിയാത്തത്, കുടുംബത്തിന് തരാൻ കഴിയാത്തത് തരുവാൻ കഴിയുന്നതാണ് നമ്മുടെ സ്വർഗത്തിലെ പിതാവ്. അത് ഉയരത്തിൽ നിന്നുള്ള അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ our heavenly Father will give. That is the power of the Lord our God. അന്നുവരെ ഗമേലിയാലിന് കൊടുക്കാൻ കഴിയാത്തത്, what Gamaliel could not give, പണ്ഡിതനായ ധനാഢ്യനായ അവന്റെ പിതാവിന് കൈമാറാൻ കഴിയാത്തത്, a rich man, a scholar, അവന്റെ സമുദായത്തിന് കൈമാറാൻ കഴിയാത്തത്, community could not give it, അവന്റെ കൂട്ടായ്മകൾക്ക് കൈമാറാൻ കഴിയാത്തത്, fellowship could not give it. ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരു കൈമാറ്റം അവന്റെ മേൽ നടക്കുവാനിടയായി. In the gates of Damascus, into his hands. അത് പ്രാപിച്ചവൻ വിളിച്ചു പറയുകയാണ്. And the one who received it is saying, അത് പ്രാപിച്ചവൻ വിളിച്ചു പറയുകയാണ്, the one who received it is എനിക്ക് saying, ലാഭമായിരുന്നതൊക്കെയോ, whatever was gain, എനിക്ക് ലാഭമായിരുന്നതൊക്കെയോ whatever was a gain, ആ ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നുവാനിടയായി തീർന്നു. Jesus Christ counted as loss. ഞാൻ ഛേദമെന്നുവാനിടയായി. Counted as loss. ഇന്ന് പകൽക്കാലം ക്രിസ്തു നിമിത്തം എന്തെങ്കിലും ഛേദമായി പോയിട്ടുണ്ടെങ്കിൽ അതിനെ ലാഭമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് പകലിൽ നാം ആരാധിക്കുന്നത്. For Jesus Christ, if you have counted anything as loss, God can make it a profit for you. ഹല്ലേലൂയ. എത്ര പേർ ഇന്ന് പകൽക്കാലം അത് വിശ്വസിക്കുവാൻ തയ്യാറാണ്? How many of us can believe that this എത്ര morning? പേർ വിശ്വസിക്കുവാൻ തയ്യാറാണ്? How many of us can believe this morning? പത്രോസ് അതല്ലേ ഒരിക്കൽ യേശുവിനോട് പറഞ്ഞത്, ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. That is why Peter said to the Lord Jesus, we left everything and followed you. സകലവും വിട്ട് നിന്നെ അനുഗമിച്ചു. We left everything and followed you. യേശു എന്താ പറഞ്ഞെന്നറിയാമോ? What did Jesus say? എന്റെ നാമം നിമിത്തം, Oh, for my name's sake, സുവിശേഷം നിമിത്തം for the gospel's sake, നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, if you have forsaken anything, ഉപദ്രവങ്ങളോടുകൂടെ, with tribulation, ഉപദ്രവങ്ങളോടുകൂടെ with tribulation, ഈ ലോകത്തിൽ in this world, നിങ്ങൾക്കത് 100 മടങ്ങ് തിരിച്ചു തരുവാനിടയായി you തീരും. will get back Glory to God. 100-fold in this earth. ഈ ലോകത്തിലെ പിതാവ് ഉപേക്ഷിച്ചാലോ നമ്മളെ മാറോട് ചേർത്ത് നിർത്തുവാൻ എത്രയോ ആത്മീക പിതാക്കന്മാരെയാണ്, മാതാക്കന്മാരെയാണ്
ദൈവം അങ്ങനെയുള്ളവർക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചിട്ടുള്ളത്. Even in the fathers of this world, even the children of God, how many spiritual fathers and mothers are there? എന്റെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. God is a faithful God. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ ചുമക്കുവാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് സ്വർഗം അനുകൂലമായി നിൽക്കുവാൻ ഇടയായി തീരും. Those who are ready to suffer for Christ and bear the reproach of Christ, heaven is for you. പൗലോസ് പറയുക, ഞാൻ ഇതെല്ലാം ഛേദമെന്ന് ഇപ്പോഴും എണ്ണുന്നു. Paul is saying that I count all these things as loss. പൗലോസിനോട് ചോദിച്ചു, എന്തിനാ നിനക്ക് ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണുന്നത്? Oh, if you ask Paul, whatever was gained, why did you count it as loss? ഒന്നാമത്തെ കാര്യം പൗലോസിന് പറയാനുള്ളത്, The first thing Paul will say, എനിക്ക് ക്രിസ്തുവിനെ നേടണം. I need to gain Christ. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, എന്തായി ലാഭമായിരുന്നതൊക്കെ പൗലോസ് ഛേദമെന്നെണ്ണാൻ കാരണം? Why is the reason he counted loss? What was gained for ഒറ്റ him? കാരണമേ ഉള്ളൂ, Only one thing. എനിക്ക് ക്രിസ്തുവിനെ നേടണം. I need to gain Jesus ഇന്ന് Christ. പകൽക്കാലം എത്ര പേര് പറയുവാൻ തയ്യാറാണ്, എനിക്ക് ക്രിസ്തുവിനെ നേടണം? How many of us this morning can say, I need to gain ഈ Christ? ലോകത്തിൽ ഞാൻ നേടിയതെല്ലാം ഇവിടെ അസ്തമിക്കുവാൻ ഇടയായി തീരും. Whatever I gain on this earth will die on ഈ this earth. ലോകത്തിൽ ഞാൻ നേടിയ സ്ഥാനമോ മാനമോ എന്തുമാകട്ടെ, അത് എന്റെ മരണം കൊണ്ട് ഇവിടെ അവസാനിക്കുവാൻ ഇടയായി തീരും. All the possessions I have on this earth will end with my death on the earth. എന്നാൽ ഇവിടം കൊണ്ട് അവസാനിക്കാത്ത ഒന്നുണ്ട്, But there is something that will not die. ഇവിടം കൊണ്ട് തീരാത്ത ഒന്നുണ്ട്, Something that will not end on the അത് earth. നിത്യതയാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. It's eternity, let us not forget. ഇവിടെ നേടിയതെല്ലാം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. Whatever you gain on this earth, you will die. രാജാക്കന്മാർ വന്നു പോയിട്ടുണ്ട്, Kings came and left. പ്രഭുക്കന്മാർ വന്നു, അവർ പോയിട്ടുണ്ട്. Oh, the rulers came and left. പക്ഷെങ്കിൽ ഒരു കാര്യം ഓർക്കണമേ, അവരാരും ഇവിടെ സ്ഥിരമായിരുന്നില്ല. None of those rulers were permanent on earth. നമുക്കും ആ യാഥാർത്ഥ്യം അറിയാവുന്നതാണ്. We all know the truth. നമ്മളും ഇവിടെ സ്ഥിര താമസത്തിന് വന്നവരല്ല. We have not come here for a permanent living. ഞാൻ ഈ രാജ്യത്തിൽ പ്രവേശിച്ചപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ച് എനിക്ക് 6 മാസമാണ് ഈ രാജ്യത്ത് താമസിക്കുവാൻ അവര് ലീഗലി അനുവദിച്ചിരിക്കുന്ന സമയമെന്ന് പറയുന്നത്. When I entered this country, according to the government rule, only 6 months they have given me to legally stay in the country. അതിനുള്ളിൽ എനിക്ക് ഇവിടെ വിട്ടേ മതിയാകുള്ളൂ. Within that time, I need to leave this country. എത്ര സ്നേഹിക്കുന്നവരുണ്ടെങ്കിലും, How many people love me out there? എത്ര സ്വന്തക്കാരുണ്ടെങ്കിലും, How many my relatives are എത്ര here? ഇവിടെ നിർത്തുവാൻ ആളുണ്ടെങ്കിലും, How many people can try to make me സമയത്തിന് here? മുമ്പ് ഞാൻ ഇവിടുന്ന് പോയേ മതിയാകുള്ളൂ. Before the time, I need to leave. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഈ ആരാധന സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം, ഇന്ന് നാഥന്റെ കാഹളം ധ്വനിച്ചാൽ ഞാൻ അവനൊപ്പം പറന്നുയരുമെന്ന് അധികാരത്തോട്, നിയോഗത്തോട്, പ്രാഗൽഭ്യത്തോട് പറയാൻ എത്ര പേർ തയ്യാറാണ്? Oh, then the children of God, യേശുവിന് അധികാരമുള്ള നാമത്തിൽ I will fly with God. I will go to my Lord എന്ത് നാം Jesus നേടിയാലോ അത് ഇവിടെ കൊണ്ട് അവസാനിക്കുവാൻ ഇടയായി തീരും. Whatever you gain, it will end in this earth. 2 യാഥാർത്ഥ്യങ്ങളെ നാം നേരിടാൻ പോകുകയാണ്. 2 realities we will ഒന്നെങ്കിൽ face. നമ്മുടെ മരണം, One, either our death അല്ലെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവ്. or the coming of our Lord Jesus ലോകം Christ. ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. The world is getting ready. നമ്മൾ ഇന്ന് പകലിൽ എവിടെ നിൽക്കുന്നു? Where do we stand today? എന്നെ കൂടെ അവിടെ നിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മൾ ഇന്ന് പകലിൽ എവിടെ നിൽക്കുന്നു? Including myself, I'm asking, where do we stand? ഇത് രണ്ടും എപ്പോ സംഭവിക്കും നമുക്കറിയത്തില്ല. I mean, we don't know what will happen. പക്ഷേ ഇത് സംഭവിക്കും. But one of these 2 things will ആശീർവാദം happen. പറയുന്നതിന് മുമ്പ് ഇതിലൊന്ന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. Before we tell the benediction, one thing can happen. യേശുവിന് അധികാരമുള്ള നാമത്തിൽ പൗലോസ് പറയുക, എനിക്ക് ക്രിസ്തുവിനെ നേടണം. Paul is saying, I need to gain Christ. എനിക്ക് ക്രിസ്തുവിനെ നേടണം. I need to gain Christ. ഇവിടെ നേടുന്നതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കുവാൻ ഇടയാകും. Whatever you gain will end on this earth. ഈ ലോകം ഇവിടെ അവസാനിക്കുവാൻ ഇടയാകും. The world will end as you know it. എന്നാൽ ഈ നശിക്കുന്ന ലോകത്തിൽ നിന്നുകൊണ്ട് തന്നെ നശിക്കാത്ത ഒരു ലോകത്തെ പറ്റിയുള്ള ദർശനമകത്തു വയറിയാൽ അവർ ഭാഗ്യവാന്മാരാണ്. Oh, in this perishing earth, dear children of God, if you have a vision of an imperishable life with Jesus Christ, those who have that vision are blessed. യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയുവാനുള്ള ഒറ്റ സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങളുടെ പുരുഷായുസ്, നിങ്ങളുടെ യൗവന ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനെ നേടണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. My desire for all of you in your young age that you need to gain Christ in your life. എന്നിട്ട് പറയുക, പൗലോസിന്റെ രണ്ടാമത്തെ ആഗ്രഹം, The second desire of Paul. അവിടെ എഴുതിയിട്ടുണ്ട് താഴെ, എനിക്ക് അവനിൽ ഇരിക്കണം.
It is written nextly that I need to be in Christ. എനിക്ക് അവനിൽ ഇരിക്കണം. I need to be in Christ. ഒന്നാമത് ക്രിസ്തുവിനെ നേടുക. Number one, gain Christ. രണ്ടാമത് പറയുകയാണ് എനിക്ക് ക്രിസ്തുവിൽ ഇരിക്കണം. Number two, I need to sit within. അതാ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. That is why in the Gospels Jesus said, without me you cannot do anything. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ If I abide, you abide in me and I in നിങ്ങൾ you, അധികം ഫലം കായ്പാനിടയായി you തീരും. will bear much fruit. ഈ വാർദ്ധക്യത്തിലും എന്താ ഇവിടെ പലരും ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത്? Why in the old age many people are bearing fruit? ഒറ്റ കാര്യമേ ഉള്ളൂ, അവനിൽ വസിക്കുന്നത് കൊണ്ട്, അവരിൽ വസിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവർ കർത്താവിന് വേണ്ടി ഫലം കായ്ച്ചുകൊണ്ടിരിക്കുന്നത്. Because they abide in Christ and Christ abides in them, that is why they bear much fruit. എന്നിട്ട് മൂന്നാമത് പൗലോസ് പറയുകയാണ്, Thirdly, Paul is saying, എനിക്ക് ക്രിസ്തുവിനെ നേടണം, I need to gain Christ, എനിക്ക് അവനിൽ ഇരിക്കണം. I need to sit in Christ, എന്നിട്ട് പറയുക എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയൊന്ന് അനുഭവിക്കണം. and thirdly, that I need to experience the fellowship of his sufferings. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിനെ അറിഞ്ഞിടത്ത് നിൽക്കാതെ അവനിൽ ഇരുന്നു കൊണ്ട് അവനെ അനുഭവിക്കുവാൻ നാം തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളും നമ്മൾ സന്തോഷത്തോടെ ഈ ക്രിസ്തീയ ജീവിതം ജയത്തോടെ നയിക്കുവാൻ ഇടയായി തീരും. Dear children, Hallelujah. if we are able to understand Christ, what he did for us, we can lead our Christian life in a wonderful ഇന്ന് manner. ക്രിസ്തീയ ജീവിതം പലർക്കും ഒരു വേദന നിറഞ്ഞ ജീവിതമാണ്. For many people, Christian life is a painful life. ക്രിസ്തീയ ജീവിതത്തിൽ അവർ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പലരും പിന്മാറുന്നത് കണ്ടിട്ടുണ്ട്, പലരും മടുപ്പ് അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം അനുദിനവും ക്രിസ്തുവിനെ അനുഭവിക്കുന്നവർ വിളിച്ചു പറയൂ, എന്റെ ക്രിസ്തുവിനെ ഞാൻ രുചിച്ചറിഞ്ഞതുകൊണ്ട് എനിക്ക് പ്രതികൂലങ്ങൾ ഒരു അനുഗ്രഹമായി തീരുകയാണ്. Many people I've seen that have gone back because of suffering. They are weary because of suffering. But dear children of God, you need to stand in the Lord Jesus Christ. And because I know the Lord, he will lead me in my എന്റെ life. ജീവിതത്തിൽ കർത്താവിനെ രുചിച്ചറിഞ്ഞ അനേക സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. There are many times I was able to know Christ in my life. പൗലോസ് കർത്താവിനെ രുചിച്ചറിഞ്ഞതുപോലെ രുചിച്ചറിഞ്ഞ അനേക സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. When Paul tasted Christ, I was able to taste Christ many times. എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു വിക്കനായ മനുഷ്യനായിരുന്നു. In my young age, I was a ഞാൻ stammerer. പലയിടത്തും ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. In many places, I've said this testimony. കർത്താവ് തന്നത്, കർത്താവ് നമ്മൾക്ക് നൽകിയ വിടുതൽ അത് പറയുവാനുള്ളതാണ്. The deliverances God has given us, we need to share it. 4 പേര് കൂടുന്നിടത്ത് നിന്ന് സംസാരിക്കുവാൻ മടി കാണിച്ചവനായിരുന്നു ഞാൻ. Where 4 people are gathering together, I was very hesitant. എന്റെ ബലഹീനത എനിക്കറിയാമായിരുന്നത് I കൊണ്ട് knew my weakness. ഞാൻ പറയട്ടെ, അങ്ങനെ ഇരുന്നപ്പോഴാണ് ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള വിളിയും ദൈവവചനം പഠിപ്പാനുള്ള നിയോഗവും ദൈവം തന്നതനുസരിച്ച് ഒരു വൈദ്യ സെമിനാരിയിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനം പഠിക്കുവാനിടയായി. And when I was such a stammerer at that time, the call of God came on my life and the leading of God, and I went to a Bible college to study. ആദ്യത്തെ സെമസ്റ്റർ പൂർത്തീകരിച്ച് ഞാൻ എന്റെ മാതൃ ചർച്ചിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. After completing the first semester and coming back to my mother church, there was a 3-day fasting prayer. രണ്ടാം ദിവസം ശനിയാഴ്ച പകലിൽ ഒരു ഭവനത്തിൽ വെച്ച് നടന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവവചനം സംസാരിക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന കർത്തൃദാസൻ പറയുവാനിടയായി തീർന്നു. And on the second day of fasting prayer that happened in a cottage, the servant of God told me that I need to share the word of God. ജീവിതത്തിൽ ആദ്യമായി ദൈവവചനവുമായി നിൽപ്പാൻ ലഭിച്ച അവസരമായിരുന്നത്. In the first time in my life to stand with the word of God was the opportunity. ഞാനത് നിരസിക്കുവാനിടയായി തീർന്നു. I rejected it. ആ കർത്താവിന്റെ ദാസന്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റു വഴിയില്ലാത്തത് കൊണ്ട് ഞാൻ ദൈവവചനവുമായി എഴുന്നേറ്റ് നിൽപ്പാനിടയായി. But because the pastor was compelling me and there was no other escape, therefore I stood with the word of God there. എബ്രായ ലേഖനത്തിൽ മോശയെ പറ്റി പറഞ്ഞിരിക്കുന്ന വേദഭാഗം എടുത്ത് ഞാൻ സംസാരിപ്പാൻ തുടങ്ങി. And about Moses in the book of Hebrews, what it is written, I started to speak. 45 മിനിറ്റാണ് എനിക്ക് ദൈവവചനം സംസാരിപ്പാൻ ലഭിച്ചത്. 45 minutes I got to speak the word. ഞാൻ പറയട്ടെ, വെറും 5 മിനിറ്റ് കൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനിടയായി. And within 5 minutes, let me tell you, I ended my speech. ഞാൻ സംസാരിച്ചത് ആർക്കും മനസ്സിലായില്ല. Nobody understood what I spoke. എനിക്ക് പോലും മനസ്സിലായില്ല. Even I didn't understand ആ what I spoke. കർത്തൃഭൃത്യൻ അതേ വാക്യമെടുത്ത് അടുത്ത 45 മിനിറ്റ് സംസാരിച്ച് ആശ
ആശീർവാദം പറഞ്ഞു പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ that pastor, then he took the same word and he spoke for 40 minutes and he prayed and ended it with benediction. പ്രാർത്ഥനയ്ക്ക് ശേഷം ആരെയും പ്രൈസ് ചെയ്യുവാൻ കഴിവില്ലാത്തതുകൊണ്ട് മനോധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആശീർവാദ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും കാണാതെ ആ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുവാൻ ഇടയായി. Because I could not face anybody after the benediction, when the benediction prayer was happening, I escaped from that place. എന്റെ ഹൃദയം മുറിയപ്പെടുവാൻ ഇടയായി. My heart was broken. എന്റെ ഹൃദയം തകരുവാൻ ഇടയായി. My heart was wounded. നാളെ ഞായറാഴ്ചയാണ്. Tomorrow is Sunday. എങ്ങനെ ആളുകളെ ഞാൻ ഫേസ് ചെയ്യും? How will I face others? സൺഡേ സ്കൂൾ പഠിച്ചവർ പഠിപ്പിച്ചവർ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. Those who taught me Sunday school were with me. അന്ന് അവധി ദിവസമായതുകൊണ്ട് പലരും അന്ന് വന്നായിരുന്നു. And it was a holiday and so many people എന്റെ came. ഹൃദയം തകരുവാൻ ഇടയായി. My heart was broken. യാത്രയിൽ ഞാൻ കണ്ണുനീരോട് കരഞ്ഞുകൊണ്ട് എന്റെ ഭവനത്തിൽ ചെല്ലുവാൻ ഇടയായി. With tears in my journey I went and reached home. നേരെ ഞാൻ പ്രാർത്ഥനാ റൂമിലിരുന്നു. I entered into my prayer. മുഴങ്കാൽ മടക്കി Bend my knees. ദൈവത്തോട് ഞാൻ ചോദിപ്പാൻ ഇടയായി. I asked the Lord, കർത്താവേ, എന്നെ പോലെയുള്ളവരെ എന്താണ് നീ വിളിച്ചത്? why did you call people like me? എന്നെ എന്തിനാണ് വിളിച്ചത്? Why did you call me? എന്റെ ഭവനത്തിൽ സഹോദരന് സഹോദരിയുണ്ട്, എന്റെ സഭയിൽ അനേകരുണ്ട്, ക്വാളിറ്റിയുള്ള കഴിവുള്ളവരുണ്ട്, പിന്നെ എന്തിനാ എന്നെ അങ്ങ് വിളിച്ചത്? There is a brother and sister in my family. There are many quality children in my church. ഞാൻ Why പറയട്ടെ, did you call me? അന്ന് ഉച്ചയ്ക്ക് 2:30 മണിക്ക് എന്റെ പ്രാർത്ഥനാ റൂമിൽ മറ്റാരുമില്ലായിരുന്നു. ഞാൻ തനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ആത്മസാന്നിധ്യം ഞാൻ ആ പ്രാർത്ഥനാ റൂമിൽ അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. That afternoon 2:30 there was nobody in my room. I understood a mighty presence of God that descended in my prayer അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. room. I started to speak in tongues. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ And when I'm speaking in tongues, ഒരു പദം എന്റെ നാവിലൂടെ പുറത്തു വരുവാൻ ഇടയായി. one word came out of my mouth. അതിങ്ങനെയായിരുന്നു. And it was in this way. കർത്താവേ, ദൈവവചനം സംസാരിക്കുമ്പോഴെങ്കിലും When I speak the word of God and ഒരു വാക്കുപോലും വിൽക്കുവാൻ ദൈവം അനുവദിക്കരുതേ. do not allow one stammer happen. അതെന്റെ ബുദ്ധിയിൽ നിന്ന് വന്നതാണെന്ന് എനിക്കറിയാം, വന്നതല്ലായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. I know that word did not come from my wisdom. ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയുവാനിടയായി. Repeatedly I started to say that ഞാൻ word. അങ്ങനെ ആ പദം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ And when I'm repeatedly saying that word, ഞാൻ അറിയാത്ത ഒരു ദൈവ സാന്നിധ്യത്താൽ ഞാൻ നിറയപ്പെടുവാനിടയായി. I was filled with the power of God that I did എന്റെ not know. നാവിന്റെ ഭാരം കുറഞ്ഞു വരുന്നത് പോലെ ഞാൻ അനുഭവിപ്പാനിടയായി. I experienced that my tongue, the weight is getting എന്റെ less. നാവിൽ നിന്നെന്തോ അടർന്നു മാറുന്നത് പോലെ ഞാൻ ആ ഉച്ച സമയത്ത് എന്റെ പ്രാർത്ഥനാ റൂമിൽ അനുഭവിച്ചറിയുവാനിടയായി. Something is Glory to coming out God. of my tongue. I was able to experience it. അന്നു മുതൽ ഇന്നു വരെ കഴിഞ്ഞ 20-ൽ പരം വർഷങ്ങളായി എവിടെയെല്ലാം എന്റെ നാഥന്റെ വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമോ ഒരൊറ്റ വാക്ക് പോലും വിൽക്കുവാൻ എന്റെ ദൈവം അനുവദിച്ചിട്ടില്ല. From that day on, Rimana for the past 20 Bashampanaraganagasya. years, whenever I stand up to preach the word of God, I was never stammer. എന്റെ കർത്താവ് അത്ഭുതങ്ങളുടെ My കർത്താവാണ്. God is a God of miracles. അവൻ പൂർണ്ണതയുടെ ദൈവമാണ്. He is a God of ഇന്ന് completion. പകലിൽ അവനൊരു വിടുതൽ തന്നാൽ In morning time He gives you അത് ആർക്കും തരാൻ കഴിയാത്തതുപോലുള്ള ഒരു വിടുതലായിരിക്കും. It's a deliverance nobody else can വൈദ്യശാസ്ത്രം പരാജയപ്പെടുത്ത നിലയിൽ give. In the way the enemy will be defeated. പാരമ്പര്യത്തിന്റെ ബന്ധനങ്ങളെ വിച്ഛേദിക്കുവാൻ ദൈവ വചനത്തിന് ശക്തിയുണ്ട്. Oh, the Glory to God. tradition say this, the Lord can reject it. The power of ഉയർപ്പിന്റെ God. ശക്തിയാണ് ഇന്ന് പകലിൽ നമ്മളിലും വ്യാപരിക്കുന്നത്. Oh, the power of the Most High is upon you. പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് ഇന്ന് പകലിൽ അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. Power of the resurrection God has poured on you. ഇന്ന് പകലിൽ നമ്മളെ ഒതുക്കി കളയുന്ന, Hallelujah. Today whatever tries to contain you, നമ്മളെ സർപ്രൈസ് ചെയ്യുന്ന, whatever suppresses you, അതിനെ ബന്ധിക്കുവാൻ അതിനെ വിച്ഛേദിക്കുവാൻ കഴിയുന്ന whatever can destroy it, ആ ഒറ്റ ശക്തിയേ ഉള്ളൂ. അത് നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. there is only one power, the power of the Holy Spirit that God has poured upon കർത്താവിന്റെ us. ദാസൻ പറഞ്ഞതുപോലെ രക്ഷയുടെ വാഗ്ദത്തം അവൻ നമുക്ക് നൽകുവാൻ ഇടയായി തീർന്നു. And like the servant of God said, He has given us the gift of salvation. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം അവൻ കൈമാറുവാൻ ഇടയായി He തീർന്നു. gave us the gift of the Holy Spirit. ദൈവ വചനമെന്ന വാഗ്ദത്തം അവൻ നൽകി തരുവാൻ ഇടയായി. He gave us the gift of the word of God. ഇന്ന് പകൽ അതിനകത്ത് ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. Today there is power in that. അതിനകത്ത് വിടുതലുണ്ട് പ്രിയമുള്ളവരെ. There is deliverance in that. ഇന്ന് പകൽക്കാലം നമ്മളിൽ പകർന്നിരിക്കുന്ന ദൈവശക്തി അത് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിയും.
കഴിവുള്ള ദൈവശക്തിയാണ്. Hallelujah. The Glory to power of God. God that is on you can make the impossible possible. ഇന്നൊരു പകൽക്കാലം എത്ര പേരത് വിശ്വസിക്കുവാൻ തയ്യാറാണ്? How many of us can believe it this morning? എന്നിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവശക്തി, The power of God in me, എന്നിൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവാത്മാവിന്റെ ശക്തി, the power of the Holy Spirit in അത് me ചില നൂക്കങ്ങളെ തകർക്കുവാൻ ശക്തിയുള്ളതാണ്. will break some അത് ചില bondages. ബന്ധനങ്ങളെ അറുത്തു മാറ്റുവാൻ ശക്തിയുള്ളതാണ്. It can cut off some അത് bondages. രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ ശക്തിയുള്ളതാണ്. It is able to heal us. അത് ഇരുളിനെ വെളിച്ചമാക്കുവാൻ ശക്തിയുള്ളതാണ്. It can make darkness to light. ആ ശക്തി ആ ദൈവം നമ്മുടെ മേൽ And പകർന്നിരിക്കുന്നത്. that power of God is on us. ഇന്ന് പകലിൽ നമ്മുടെ സിയോൻ യാത്രയിൽ നമ്മൾ അത് അനുഭവിക്കുന്നവരായി മാറണം. In our Mount Zion journey, we need to experience. പൗലോസ് പറയുക, എനിക്ക് ക്രിസ്തുവിന്റെ ശക്തി അനുഭവിക്കണം. Paul is saying, I need to experience the power of the resurrection. അനുഭവിച്ചറിയുവാൻ എത്ര പേർ തയ്യാറാണ്? How many of us can experience it? കേട്ടുള്ള അറിവല്ല, Not just that you hear it, കണ്ടുള്ള അറിവല്ല, not just that you see it, വായിച്ചുള്ള അറിവല്ല. just that you read ഇന്ന് it. പകല് അനുഭവിച്ചറിയുവാൻ തയ്യാറാകുന്ന ഒരു മണ്ഡലത്തിലേക്ക് Hallelujah. എന്റെ ദൈവമേ എന്നെ ഒന്ന് നടത്തണമേ എന്ന് ഇന്ന് പകൽ പ്രാർത്ഥിപ്പാൻ എത്ര പേർ തയ്യാറാണ്? How many of us can റമന pray, let me ബശാന്താരിയാം experience ബദാരക. it in my life, oh God? പെന്തക്കോസ്തിന്റെ അനുഭവം എന്ന് പറയുന്നത് അനുഭവിച്ചറിയുന്ന അനുഭവമാണ്. The experience of യേശുവിന്റെ Pentecost is നാമത്തില്, something we need to experience. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് Hallelujah. ഇന്ന് പകൽക്കാലം ആ അനുഭവത്തിലേക്ക് നമ്മൾ കയറുവാൻ തയ്യാറായാൽ അവനെ നമ്മൾ അറിയേണ്ടവണ്ണം ആഴമായി അറിയുവാൻ ഇടയായി തീരും. Amen. If we Glory enter to that God. experience, we can know him in the manner we പൗലോസ് പറയുക, എനിക്ക് അവനെ ഒന്ന് അനുഭവിച്ചറിയണം. Paul is saying that I may know him. ഇന്ന് പകലിൽ അനുഭവിച്ചറിയുവാൻ വേണ്ടി ചിലരെ ദൈവം സ്നേഹത്തോടെ മാടി വിളിക്കുകയാണ്. God is calling some people to know the Lord Jesus Christ more. ആരാധന കൊണ്ടോ കൂട്ടായ്മ കൊണ്ടോ അവസാനിപ്പിക്കാനുള്ള നാല് അന്യഭാഷകൾ നിർത്താനുള്ള ഒരു അഭിഷേകമല്ല അവൻ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഇത് അനേകരിലേക്ക് പകരുവാനുള്ള ജോലി ചെയ്യുന്നിടത്ത്, നീ നടക്കുന്നിടത്ത്, നീ ഓടുന്നിടത്ത് നിന്നിലൂടെ പകരുന്ന ദൈവാത്മാവിന്റെ ശക്തി ദേശങ്ങളിൽ വ്യാപരിക്കുമ്പോൾ അസാധാരണ വിടുതൽ നടക്കുവാനിടയായി തീരും. Amen. Just not in the church that we speak in tongues and go, but this power of God is for you. യേശുവിന്റെ അധികാരമുള്ള To go into നാമത്തിൽ the marketplace, to go into അഭിഷേകമുള്ളവൻ ഒരു working, in പാപൻ your job places, in all those places you can spread the power of God. നിന്റെ ഭവനത്തിൽ ഏകനായിട്ടായിരിക്കാം നീ വിശ്വാസത്തിൽ കടന്നു വന്നത്. Alone in your family you might have come in പക്ഷേ faith. ഇന്ന് പകലിൽ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് അവിടെയുള്ള ഇരുട്ടിനെ നീക്കുവാൻ ശക്തിയുണ്ടെന്നുള്ള കാര്യം മറക്കരുത്. Oh, but the power of God that is in you can remove the darkness in your family. നമ്മളിലുള്ള ശക്തി, The power of God in you, അളവറ്റ ദൈവത്തിന്റെ ശക്തിയുടെ വ്യാപാരം the immeasurable power of God that നമ്മളിലൂടെ manifests ഭവനങ്ങളിൽ വ്യാപരിക്കുമ്പോൾ, when it manifests in your നമ്മുടെ family, കൂടെ ജോലി എന്നവരുടെ മേൽ when it വ്യാപരിക്കുമ്പോൾ goes in your job places, അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി തീരും. miracles will happen അത് ഈ there. തലമുറയിൽ നടക്കണോ? That will happen in this അത് generation. ദൈവത്തിന്റെ പദ്ധതിയാണ്. That is the plan of God. ഇനിയും അധികം സമയം നമ്മുടെ മുമ്പിലില്ല. There is not much time left. റമനബ ശാന്തേരിയാന്തനാരക. Hallelujah. എല്ലാ കാലഘട്ടത്തിലും ദൈവത്തിലുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ഈ തലമുറയെ ദൈവമേ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന്, എന്റെ തലമുറയെ എഴുന്നേൽപ്പിക്കണമെന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്? In every generation, റമനബ God has raised so ശാന്തേരിയാന്തനാരക. many people. In this generation, God raised me up. How many യേശുവിന്റെ can pray in that അധികാരമുള്ള manner? നാമത്തിൽ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണ്. Raise me up, O Lord, in this generation. Can we pray പൗലോസിന്റെ today? അവസാനത്തെ ആഗ്രഹം എന്തെന്നറിയാമോ? What is the last desire of Paul? ഒന്നാമത്തെ ആഗ്രഹം ക്രിസ്തുവിനെ നേടണം. Number one, I need to gain Christ. രണ്ടാമത്തെ ആഗ്രഹം എനിക്ക് അവനിൽ ഇരിക്കണം. Number two, that I need to be in Christ. മൂന്നാമത്തെ ആഗ്രഹം എനിക്ക് അവനെ അനുഭവിക്കണം. Thirdly, that I may know Christ and experience Him. ഏതോ ലോകത്തിലുള്ള മനുഷ്യൻ നോക്കിയപ്പോൾ ഇവൻ എന്തോ പോഷത്തമാ പറയുന്നത്. Any person in the world will look and say, what foolishness are you talking ഇത്ര about? ഉയർന്ന തലത്തിൽ നിന്ന് അതൊക്കെ വിട്ടെറിഞ്ഞിട്ട് ഈ വിട്ടിത്ത വാക്കുകളാണല്ലോ ഇവൻ പറയുന്നത്. Such a high position you had, you left all of that, such foolish words you are saying. ഓ ഇത് വിട്ടിത്തമല്ല കേട്ടോ. This is not foolish words. ഇത് വിട്ടിത്തമല്ല. This is not foolishness. ഇതിന്റെ ശക്തി അനുഭവിച്ചറിഞ്ഞവർക്കേ അത് പറയാൻ കഴിയത്തുള്ളൂ. Those who experience this power can only say. എന്നിട്ട് അവസാനം പൗലോസ് പറഞ്ഞു നിർത്തുന്ന ഒരു വാക്കുണ്ട്. And in the end, Paul is saying this and ending. ഇങ്ങനെ വല്ല വിധേനയും, If by any means, വല്ല വിധേനയും any means, മരിച്ചവരുടെ ഇടയിൽ നിന്ന് that I may attain, എനിക്കും ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. that I ഹല്ലേലൂയ. may attain the resurrection from വല്ല വിധേനയോ by any means, എനിക്കും
me. ഒരു പുനരുത്ഥാനം പ്രാപിക്കണം. I need to receive a resurrection. ഇന്ന് പകലിൽ ഞാൻ ആ വാക്ക് പറഞ്ഞിട്ട് നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഓർക്കൂ, കർത്താവ് വന്നാലൊന്നും പോകാൻ താല്പര്യമില്ലെന്ന്. റാമാന I'm saying this word and looking at you. വല്ല വിധേനയും എനിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. ഹല്ലേലൂയ. I need the resurrection. വല്ല വിധേനയോ എനിക്കും ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണം. Oh, I need the resurrection. ഇന്ന് പകലിൽ നമ്മുടെ ആഗ്രഹം ഇതാകട്ടെ. Today morning let that be യേശുവിന്റെ your നാമത്തിൽ Hallelujah. റമനബശന്തരാരക തലമുറകൾക്ക് പകരാനുള്ള ഒറ്റ ആഗ്രഹം ഇത് മാത്രമാണ്. That is only one thing that can give us ബാക്കിയെല്ലാം ഇവിടെ അവസാനിക്കുവാൻ ഇടയായി തീരും. everything will end on this earth. ബന്ധങ്ങൾ ഇവിടെ അവസാനിക്കും, Relationships, സ്വാധീനങ്ങൾ ഇവിടെ അവസാനിക്കും, influence will end, ആരോഗ്യം ഇവിടെ തീരും, health will end, സൗന്ദര്യം ഇവിടെ തീരും. beauty will end. പക്ഷേ ഉയർത്തെഴുന്നേൽക്കുന്ന ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നു അവന്റെ ആത്മാവിന്റെ ശക്തിയാണ്. Amen. But only one thing that is by the power of യേശുവിന് the Holy അധികാരമുള്ള നാമത്തിൽ, യേശുവിന് അധികാരമുള്ള നാമത്തിൽ എനിക്കും ഒരു ഉയർപ്പാവശ്യമാണ്. I will receive. എനിക്കും ഒരു പുനരുത്ഥാനം ആവശ്യമാണ്. ഇന്ന് പകൽ എല്ലാ ഹൃദയങ്ങളും തുറന്ന് പറഞ്ഞാട്ട്, Oh, we can let us open our എനിക്കും mouths and ഒരു say, പുനരുത്ഥാനം ആവശ്യമാണ്. I need a resurrection. ഇത് രോഗമുള്ള ശരീരമാണ്, This is a sick ഇത് body. ക്യാൻസർ തിന്നുന്ന ശരീരമാണ്. Cancerous എന്നാൽ body. ഇതിനകത്ത് ഒരാത്മാവുണ്ട്. But inside this there is ഒരു something. ക്യാൻസറിനും കീഴ്പ്പെടുത്താൻ കഴിയാത്തത്, No cancer can ഒരു suppress. ശക്തിക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തത്, അത് അവന്റെ ശക്തിയുള്ളതാണ്. That is the power of റമനബശന്തരാരക. ഇന്ന് പകല് ആ വിളിച്ചു പറ, എനിക്കും ഒരു ഉയർപ്പുണ്ട്. Can we say that I have a resurrection today? യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകല് സൗഖ്യമാക്കുന്നവന്റെ കരം ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. വിശ്വാസത്തോട് ആ സൗഖ്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണ്. Glory to God. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകല് ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ കരം ഈ ആലയത്തിനുള്ളിൽ വ്യാപരിക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ പറഞ്ഞാട്ട് എന്നെ ഒന്ന് സൗഖ്യമാക്കുമാറാകണമേ. Oh, can we say to the Lord, Lord, heal me today? യേശുവിന് അധികാരമുള്ള നാമത്തിൽ ചപ്പും ചവറുമെന്ന് എണ്ണി ലാഭമായിരുന്നതൊക്കെ ഛേദമെന്ന് എണ്ണി നീ ഇറങ്ങി തിരിച്ചത് വെറുതെ ആകത്തില്ല കേട്ടോ. Dear child of God, that you have counted everything as loss and you have went away, it's not for nothing. നിത്യത നീ കാണുവാനിടയായി. You will see eternity. നിത്യത കണ്ടുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത്. Seeing eternity. നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാ. And we are called for eternity. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുകയാണ്. I'm saying one more thing and then ഒരു നിത്യത മുഴുവനും for an eternity ഒരുമിച്ച് ജീവിക്കാൻ to live together. വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. We are called for that. റമന ശതാരിയാന്തന. അടുത്തിരിക്കുന്നവരോട് പറയണോ, കുടുംബത്തിൽ പറയണോ, ഒരു നിത്യത മുഴുവനും ഒരുമിച്ച് നമ്മുടെ നാഥന്റെ കൂടെ സ്വർഗത്തിൽ വാഴാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. Amen. For Jesus. You can tell to the people beside you, for an eternity we have been called to dwell with the Lord. നമ്മളെ തന്നെ പരിമിതപ്പെടുത്തരുത്. Do not limit yourself. നമ്മളെ തന്നെ പരിമിതപ്പെടുത്തരുത്. Do not limit yourself. ദൈവത്തിന് പരിമിതികളില്ല. There is no limit to അവൻ God. പരിമിതികൾക്ക് അപ്പുറമാണ്. He is beyond limits. ഒരു നിത്യതയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. We are called for eternity. യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞാനൊരു വാക്ക് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. Praise the Lord. നിങ്ങളുടെ കണ്ണുകളെ അടയ്ക്കാം. Let us close our eyes. ഏത് അവസ്ഥയിലൂടെ കടന്നു പോകുകയാണെങ്കിലും Whatever situation you might be going, ഇന്ന് പകലിൽ ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. only one desire I have. കർത്താവിനെ നേടണം. Oh, that I may gain Christ. എനിക്ക് അവനിൽ ഇരിക്കണം. That I may be in Him. എനിക്ക് അവനെ അനുഭവിക്കണം. I may experience Him. വല്ല വിധേനയും കാഹളം ധ്വനിക്കുമ്പോൾ എനിക്ക് 10,000 വിശുദ്ധന്മാരോടൊപ്പം അവനോടൊപ്പം എഴുന്നേൽക്കണം. And whenever the trumpet of the Lord sounds, I need to raise up with the saints. നിന്റെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കണ്ട് നീ ഭാരപ്പെടണ്ട. Don't worry about your present ഭവനത്തിന്റെ അവസ്ഥകൾ കണ്ട് നീ ഭാരപ്പെടണ്ട. Don't worry about your home നിന്റെ situation. ശരീരത്തിന്റെ അവസ്ഥകൾ കണ്ട് നീ ഭാരപ്പെടണ്ട. Don't worry about your body ഇന്ന് situation. പകലിൽ സകലത്തെയും നിയന്ത്രിക്കുന്നവന്റെ കരം നിന്റെ കൂടെയുണ്ട്. Today the hand of God that controls everything. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In Jesus' ഇന്ന് holy പകലിൽ name. അങ്ങ് ചിലരെ തൊട്ട് സൗഖ്യമാക്കുമാറാകണമേ. Lord, you may touch some people and heal them. സൗഖ്യദായകന്റെ കരം ഇന്ന് പകലിൽ ഇവിടെ ചലിക്കട്ടെ. Let the healing hands of God. ചില ഇരുളുകളെ മറയ ദൈവം മാറ്റുമാറാകണമേ. ചില അടയപ്പെട്ട വാതിലുകളെ ദൈവം ഇന്ന് പകല് തുറക്കണമേ. ഉയർപ്പിന്റെ പകൽക്കാലം ചിലതിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനുഭവം അവിടുന്ന് അങ്ങ് പകരുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മാനവും മഹത്വം അങ്ങക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Amen. ഈ വചനങ്ങൾ